ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇക്കാര്യത്തിലിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ കഴിയാ മോളെ? ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പ്രശ്നമാണെന്ന് മനു അറിഞ്ഞില്ലേ? അപ്പൊ പിന്നെ അത് തീർക്കാൻ മനുവിനല്ലേ പറ്റുമോളെ? മനുവിനെ കൊണ്ട് പറ്റാവുന്ന അത്ര മനു ശ്രമിച്ചു. ഒരാളും നന്മയ്ക്ക് കൂട്ടി നിൽക്കില്ല. ഒറ്റപ്പെടുത്താനും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും ഒക്കെ നീക്കം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അമ്മയ്ക്ക് അറിയാലോ, ആ കുറ്റം മുഴുവൻ എന്റെ തലയിലേക്കായിരിക്കും വരിക. മനുവിന്റെ അമ്മ സാധാരണ നിലയിലായിരിക്കില്ല പിന്നെ പെരുമാറുക. അച്ഛൻ പെട്ടെന്ന് വരും. അച്ഛൻ വന്ന ഒരുപക്ഷെ അച്ഛൻ വേറെ ഏതെങ്കിലും രീതിയിൽ അത് പറയാൻ തന്നെ ഞാൻ വന്നത്. ഒരു പക്ഷെ അച്ഛൻ വിചാരിച്ച ഇതിന് പരിഹാരം ഉണ്ടാവും. അച്ഛൻ വിചാരിച്ച നടക്കും. എങ്ങനെ? മനുവിന്റെ മുമ്പില് ഇപ്പോൾ ആകെ ഒരു മാർഗം ഫണ്ട് വിനിയോഗത്തിൽ വന്ന ക്രമക്കേട് മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാ. അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ക്രമക്കേട് നടന്ന തുക തിരികെ വെക്കുവാണെങ്കിൽ മനുവിന്റെ ജോലിക്ക് ഒന്നും സംഭവിക്കില്ല. അച്ഛനോട് അമ്മയൊന്ന് സംസാരിച്ചാ മതി. മോളെ, നീ എന്തേ പറയുന്നേ? അച്ഛൻ ഈ ലക്ഷങ്ങൾ മുഴുവൻ എവിടെ നിന്നെടുത്ത് തരാനാ? നമ്മുടെ ഗതികേട് പറഞ്ഞ് എനിക്ക് ശ്രീധനായിട്ടൊന്നും തന്നിട്ടില്ലല്ലോ. ചോദിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചോദിച്ചു പോകുന്നതാ. മോളെ, ചോദിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. പക്ഷെ തരാൻ പാലക്കാടുള്ള നമ്മുടെ വീടില്ലേ, അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അച്ഛൻ വരുമ്പോ ആ പറമ്പും വീടും വിൽക്കാൻ പറയണം. 1 മാസത്തിനുള്ളിൽ തുക കെട്ടിവെച്ചാ മതി. അതിനുള്ള പണം എന്തായാലും ആ പ്രോപ്പർട്ടിന്ന് കിട്ടും. ആ പ്രോപ്പർട്ടി അതങ്ങനെ അവിടെ കിടന്നിട്ട് എന്താ കാര്യം അമ്മേ? എനിക്കൊരു ഉപകാരമാവുമല്ലോ. എന്റെ ജീവിതം നശിക്കാതിരിക്കാൻ അമ്മ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ പിന്നെ ആദ്യം ഞാൻ സ്ഥിരം ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും. നാടാ നല്ലത്. എന്നാലും പാലക്കാടുള്ള സ്ഥലം നമുക്ക് അങ്ങ് വിൽക്കാം. സിറ്റിയിലെ സ്ഥലത്തിന് നല്ല വിലയൊക്കെ കിട്ടും. പക്ഷെ അവിടുത്തെ സ്ഥലം കൊടുത്താൽ നമുക്ക് ഈ കടം തീരില്ലേ? അമ്മാവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? അത് കൊടുത്താ പിന്നെ എങ്ങനെയാ? അല്ല പിന്നെ അത് നമ്മള് ശരവണനല്ലേ പോണേ? ശരവണ, 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 അമ്മാവ, ഈ ശരവണൻ ഇത് എങ്ങോട്ടാ പോകുന്നേ? അവനൊന്ന് നിർത്തിയാലല്ലേ ചോദിക്കാൻ പറ്റൂ. അല്ല, ശരവണൻ ഇതുവരെ സൈക്കിളിൽ കണ്ടിട്ടേ ഇല്ല. സ്കൂട്ടർ ഇട്ട് അതുകൊണ്ടായിരിക്കും. വേറെ എന്തെങ്കിലും കാര്യത്തിന് വാടകയ്ക്ക് എടുത്തായിരിക്കും. എന്നാലും അവൻ എങ്ങോട്ട് പോണ്? എന്തായാലും മധുര നൊമ്പരക്കാറ്റ്